അടുത്തൊരു ഉമ്മ പറഞ്ഞതാണ്, ഉസ്താദേ എന്റെ മകന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി, എന്റെ പൊന്നാര മകന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി, എനിക്ക് താങ്ങാൻ കഴിയാത്ത വേദനയായിരുന്നു. പടച്ചവനെ, ആ ഉമ്മ എങ്ങനെയാണ് സമാധാനിച്ചത്? ആ ഉമ്മ വല്ലാതെ എങ്ങനെയാണ് സമാധാനിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ പെടുന്ന സ്വലാത്ത് പറയുകയാ. ആ സഹോദരി പറഞ്ഞു, ഉസ്താദേ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നിങ്ങൾ വഅദ് പറയുമല്ലോ. ഇല്ലാ യദമൽ ജസാ മഅയദമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് എപ്പോഴും പറയുമല്ലോ. എന്റെ 6 വയസ്സുള്ള പൊന്നുമകൻ എന്നെ വിട്ടു പിരിഞ്ഞു പോയി, വല്ലാത്ത വേദനയായിരുന്നു. ഒരാളോട് പോലും സംസാരമില്ല. അടച്ചിട്ട റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് സ്വലാത്ത് പറഞ്ഞ് നബി തങ്ങളുടെ മദീനയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയപ്പോ ആ പെങ്ങള് പറയുന്ന, ഉസ്താദേ എന്റെ പൊന്നുമകൻ മരിച്ച 40-ാമത്തെ ദിവസം 39-ാമത്തെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ആ പ്രിയപ്പെട്ട മാതാവ് പറയുമ്പോ നബി തങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾ സ്വലാത്ത് പറഞ്ഞ ആ സ്വലാത്തിലൂടെ നിങ്ങളുടെ മനപ്രയാസങ്ങൾ മാറും, നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വിധങ്ങള് പറയുകയാ, നിങ്ങൾ എന്റെ മേലൊന്ന് സ്വലാത്ത് പറയ്. രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ എന്റെ മേലൊന്ന് സ്വലാത്ത് പറഞ്ഞ വിധങ്ങള് പറയുകയാ, അദ്റഖതു ശഫാഅതി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഞാൻ നിന്റെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം. അവന് ശഫാഅത്തിനുള്ള അർഹത കിട്ടുകയാണ്. അവന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 8ാമത്തെ നന്മ എന്തെന്നറിയുമോ? അന്ന റജുലന ഖാല യാ റസൂലല്ലാഹ് ഇന്നി അക്സറു സലാ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരാൾ നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഞാൻ തങ്ങളുടെ മേലെ സ്വലാത്തിനെ അധികരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു നബിയേ, ഞാൻ ഒരുപാട് സ്വലാത്തുകൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്, എത്ര സ്വലാത്താണ് ഞാൻ ചൊല്ലേണ്ടത്? നബി തങ്ങളോടൊരു സ്വഹാബി ചോദിക്കുകയാണ്. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ ഉദ്ദേശിക്കുന്നത്ര നീ സ്വലാത്ത് പറ, നീ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും നീ സ്വലാത്ത് പറ. പടച്ചവനെങ്കിൽ അദ്ദേഹം പറയുകയാണ്, നബിയേ ഞാൻ രാത്രിയിലും 3-1 ഞാൻ സ്വലാത്ത് പറയുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് ചെയ്യുക, നീ അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ അത് നല്ലത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി മുഴുവനും സ്വലാത്ത് പറയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്, നബിയേ ഞാൻ രാത്രി മുഴുവനും സ്വലാത്ത് പറയാ, എനിക്ക് അങ്ങയുടെ മേലെ സ്വലാത്ത് പറയണമെന്ന് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എങ്കിൽ നിന്റെ മനപ്രയാസങ്ങൾ മാറുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം മനസമാധാനം ഉണ്ടാവുകയാണ്, എല്ലാ പ്രയാസങ്ങളും മാറുകയാണ്, എല്ലാ ദുഃഖങ്ങളും മാറുകയാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി, കുടുംബപരമായി പടച്ചവനെ പല രീതിയിലും നമ്മൾ തകർന്നു പോകാറുണ്ടല്ലോ. വല്ലാത്ത വേദനയുണ്ടാകുന്ന സമയം, വല്ലാത്ത പ്രയാസമുണ്ടാകുന്ന സമയം, ആ പ്രയാസമുണ്ടാകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്വലാത്ത് പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം നമുക്കറിയാം. മഹാനായ ബഹുമാനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് പടച്ചവനെ ജയിലറകൾക്കകത്ത് കിടക്കുമ്പോൾ പതിറ്റാണ്ടുകളോളം വർഷങ്ങളോളം അവിടുന്ന് ജയിലറയ്ക്കകത്ത് കിടക്കുമ്പോ പടച്ചറപ്പെ അവിടുന്ന് സ്വലാത്ത് പറഞ്ഞിട്ടാണ് പിടിച്ചു നിന്നതെന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പടച്ചവനെ ഒരുപാട് രോഗങ്ങളും ഒറ്റക്കാലുമായി
സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി തകർന്ന് ജയിലറയ്ക്കകത്ത് കിടന്ന് പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പച്ചക്കുപ്പയുള്ള മദീനത്തെ റൗദാ ശരീഫ് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ജയിലറയ്ക്കകത്തിരുന്ന് സ്വലാത്ത് പറയുകയാ. പടച്ചവനെ, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ അവിടുന്ന് പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഞാൻ പിടിച്ചു നിന്നതെന്ന് റഹ്മാനായ പ്രിയപ്പെട്ട ഉസ്താദ് പോലും പറയുമ്പോ, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്താണ് സ്വലാത്ത്? ആ സ്വലാത്ത് പറയുന്നതിലൂടെയുള്ള നേട്ടം എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ما جلس قوم مجلسا لم يذكروا الله فيه ولم يصلوا على نبيهم إلا خان عليهم طرت فإن شاء عذبهم وإن شاء غفر لهم. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ സ്മരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ജനങ്ങൾ ഒരുമിക്കുന്ന സദസ്സുകൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മജ്ലിസ് ഒരുമിച്ച് കൂടി, കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി, എന്നിട്ട് ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവിടുന്ന് സ്വലാത്ത് ചൊല്ലാത്ത ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പിരിഞ്ഞു പോകുന്ന സദസ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതവർക്ക് നഷ്ടപ്പെട്ട സദസ്സാണെന്ന് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മൾ ഇത്ര പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹിനെ കുറിച്ച് പറയുന്നില്ല, പടച്ച റബ്ബിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും പറയുന്നില്ല. കുറെ നേരം ഇങ്ങനെ ഒരുമിച്ച് കൂടി എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്തിട്ട് നമ്മൾ പിരിഞ്ഞു പോകുകയാണെങ്കിൽ നബി തങ്ങൾ പറയുന്നു, അത് നിങ്ങൾക്ക് നഷ്ടമാ, അത് നിങ്ങൾക്ക് തീരാ നഷ്ടമാ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹു അവരെ ശിക്ഷിക്കും. നബിതങ്ങളെ കുറിച്ച് പേരുകൾ, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് പറയാതെ അല്ലാഹുവിനെ കുറിച്ച് പറയാതെ ഒരു മജ്ലിസിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പിരിഞ്ഞാൽ അത് നിനക്ക് തീരാ നഷ്ടമാ. അല്ലാഹു ഉദ്ദേശിച്ചാൽ നിന്നെ അല്ലാഹു ശിക്ഷിക്കും. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാ. പുറത്തു കൊടുക്കുന്നതും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശിക്ഷിക്കുന്നതും അല്ലാഹുവിന്റെ ഇഷ്ടമാ. അപ്പൊ ഒരു സദസ്സിന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് നബിതങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞാൽ തന്നെ നമുക്ക് നേട്ടമാ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ, ഇപ്പൊ നമ്മൾ ഇശാ നിസ്കരിച്ചിട്ടിരിക്കുക, അല്ല പറഞ്ഞത് ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കണമെന്നാണോ അല്ല പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? അല്ല നിസ്കരിക്കുന്നുണ്ടോ? അല്ല പറഞ്ഞോ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്ക്. ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ ഓത്. ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പ് പിടിക്ക്. ഞാൻ സദഖ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കൊടുക്ക. അങ്ങനെയല്ല അല്ല പറഞ്ഞേ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കണം. പരിശുദ്ധമായ റമദാൻ മാസം വന്നാൽ നിങ്ങൾ നോമ്പ് പിടിക്കണം. നിനക്ക് അല്ലാഹു സമ്പത്ത് തന്നത്, നിനക്ക് സക്കാത്ത് കൊടുക്കാനുള്ള അർഹതയുണ്ടെങ്കിൽ നീ സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിന്റെ കയ്യിലുള്ളത് കൊണ്ട് നീ സദഖ കൊടുക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞേ. എന്നാൽ അല്ലാഹു നബി തങ്ങളുടെ വിഷയം വന്നപ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ, ഞാനും എന്റെ മലക്കുകളും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നുണ്ട്, എന്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യേ. അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വലാത്തിന്റെ മഹത്വം എന്താണെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാം. സ്വലാത്തിന്റെ മഹത്വം എന്താണ്? നമ്മൾ ചുമ്മാതെ പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വലാത്ത് പറയുമ്പോൾ ഇപ്പൊ ഈ പള്ളിക്കകത്ത് നിങ്ങൾ ആരെങ്കിലും കേൾക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമില്ല. അല്ലാഹു നാളെ പരലോകത്ത് ചെല്ലുമ്പോ പറയും, നീ കാണാൻ വേണ്ടി ചെയ്തവരോട് തന്നെ പോയി ചോദിക്കുക.
ഖുർആൻ ഓതിയാലും ഏത് കാര്യങ്ങൾ ചെയ്താലും എന്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്തിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് അത് തമാശയ്ക്ക് പറഞ്ഞാലും കാര്യമായിട്ട് പറഞ്ഞാലും ഏത് രീതിയിൽ നീ പറഞ്ഞാലും അതിന് നിനക്ക് പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് സ്വലാത്തിന്റെ മഹത്വം. എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത പ്രതിഫലമുള്ളതാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വലാത്ത് പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ അലയ്യ വാഹിദാ സ്വല്ലല്ലാഹു അലൈഹി അസറാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു സ്വലാത്ത് പറഞ്ഞാൽ ഈ പള്ളിക്കകത്തിരുന്നു കൊണ്ട് നിങ്ങളിൽ ഒരാൾ പറയുകയാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ നബി തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 സ്വലാത്ത് ചൊല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ടൊരു സ്വലാത്ത് പറഞ്ഞു, എനിക്ക് അല്ലാഹു 10 സ്വലാത്ത് പറയുമെന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വലാത്ത് പറയലല്ല, പടച്ചവനെ അല്ലാഹു അവന് വേണ്ടി 10 സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അവനെ പ്രശംസിക്കുകയാണ്. പടച്ചവനെ ആ സ്വലാത്ത് പറഞ്ഞവനോട് അല്ലാഹു കരുണ കാണിക്കുകയാണ്. നബി തങ്ങൾ പറയുന്നു, നല്ല വാക്കുകൾ അല്ലാഹു മലക്കുകളോട് പറയുകയാ. സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, ഒരു സ്വലാത്തിന് 10 നന്മയാണ്. ഒരു സ്വലാത്ത് പറയുന്നവന് 10 പ്രതിഫലമാണ് അല്ലാഹു അവിടുന്ന് കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാ, സ്വലാത്ത് പറയുന്നവന് കിട്ടുന്ന രണ്ടാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അല്ലാഹു അവന്റെ പദവി ഉയർത്തപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നമ്മളൊന്ന് സ്വലാത്ത് പറഞ്ഞു നോക്കടോ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. അല്ലാഹു നമുക്ക് പദവി തരുകയാ. അവന്റെ പദവികൾ അല്ലാഹു ഉയർത്തുകയാണ്. അവന്റെ സ്ഥാനമാനങ്ങൾ അല്ലാഹു കൊടുക്കുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സ്ഥാനം കൊടുക്കുകയാണ്. പടച്ചവനെ, അവന്റെ മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത ഒരു ഐശ്വര്യമാണ്, മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത ഒരു പ്രകാശമാണ്. കാരണം മദീനയുമായിട്ട് അവന്റെ ഹൃദയത്തെ ബന്ധിപ്പിച്ചവനാണ്. സ്വലാത്തുകൾ നബി തങ്ങളോട് പറയുന്നവനാണ്, നബി തങ്ങളോട് സ്വലാം പറയുന്നവനാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവന്റെ പദവികൾ അല്ലാഹു ഉയർത്തപ്പെടുകയാ. 3, അവൻ സ്വലാത്ത് പറയുമ്പോ അത് നന്മകളായി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നന്മകളായിട്ട് അല്ലാഹു അവിടുന്ന് രേഖപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ആ സ്വലാത്ത് പറയുന്നതിലൂടെ അല്ലാഹുവിന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ഉമ്മത്തിന്റെ മേൽ നിന്ന് ആരെങ്കിലും നിഷ്കളങ്കമായ ഹൃദയത്തോടെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആരെങ്കിലും നിഷ്കളങ്കമായ ഹൃദയത്തോടെ സ്വലാത്ത് ചൊല്ലുകയും അവന് അതിനു മുഖേന 10 പദവികൾ അല്ലാഹു കൊടുക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇബ്നു മസ്ഊദ് തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ പറയുകയാ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും, തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എന്നിലേക്ക് ഏറ്റവും അടുത്തവരാരാ?
എന്നിലേക്ക് ഏറ്റവും അടുത്തവർ എന്റെ മേൽ അധികം സ്വലാത്ത് പറഞ്ഞവരാണെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ നബി ഉമാമത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു അലാ മിൻ സ്വലാഹ് ഫീ കുല്ലി യൗമിൽ ജുമുഅ. നബി തങ്ങൾ പറയുന്നു, അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ എനിക്ക് വേണ്ടി സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. വെള്ളിയാഴ്ചകൾ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് കാണിക്കപ്പെടുന്നതാണ്. നബിതങ്ങൾ പറയുന്നു, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഒരു മനുഷ്യന് സ്വലാത്ത് പറഞ്ഞാൽ മദീനത്ത് റൗള ശരീഫിനകത്ത് കിടക്കുന്ന നബിതങ്ങൾക്ക് അത് കാണിക്കും. ആരാണോ എനിക്കായി സ്വലാത്തുകൾ അധികമായി ചൊല്ലുന്നത് അവരായിരിക്കും എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തവരെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ സ്വലാത്ത് പറയുന്നവർ ആ നബിയുമായിട്ട് അടുപ്പമുള്ളവരാവുകയാണ്. അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. എന്റെ പ്രിയപ്പെട്ടവര്, ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും നമ്മൾ ആ സ്വലാത്ത് അധികമായി പറയുന്നതിലൂടെ, എന്റെ പ്രിയപ്പെട്ടവര്, ആറാമതായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? ഉസ്താദ് ദുആ ചെയ്താ സ്വീകരിക്കുന്നില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞാൻ അള്ളാഹുവിനോട് എത്രയോ ചോദിക്കുന്നു, മക്കളെ താ, വീട് താ, രോഗം മാറ്റ്, കടങ്ങൾ മാറ്റ്, പ്രയാസങ്ങൾ മാറ്റ്, സമാധാനമുള്ള ജീവിതം താ, മക്കളെ നന്നാക്ക്. എല്ലാവരും അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ പരാതി എനിക്ക് നിങ്ങൾക്കുമുണ്ട്. എങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അദ്ദുആ കുല്ലു മഹ്ജൂബുൻ ഹത്താ യകൂന അവ്വലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് വരെ എല്ലാ ദുആയും എല്ലാ പ്രാർത്ഥനകളും മറഞ്ഞിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ ഈ പള്ളിക്കകത്തിരുന്ന് നിങ്ങൾ ഒരാൾ ദുആ ചെയ്യുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആകളെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാം ആകാശത്തിന് ഇടയിൽ ഇങ്ങനെ നിൽക്കുമെന്നാ, അത് മുകളിലേക്ക് പോകില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ദുആ തുടങ്ങുമ്പോഴും ദുആ നിർത്തുമ്പോഴും സ്വലാത്ത് പറയുന്നത്. ദുആ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, വെറും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മാത്രമല്ല സ്വലാത്ത്. ഒരുപാട് സ്വലാത്തുകളുണ്ട്. അത്തഹയ്യാത്തിൽ നമ്മൾ ഇബ്രാഹിമി സ്വലാത്ത് പറയുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്തുകളുണ്ട്. അപ്പൊ ഒരാളുടെ ദുആ സ്വീകരിക്കപ്പെടാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു വലിയ കാര്യമാണ് സ്വലാത്ത് പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഖാല മഹാനുഷ് അവിടുന്ന് പറയുകയാ, ചരിത്രങ്ങൾ എത്രയോ നമുക്ക് പഠിപ്പിച്ചു തരുന്നു സ്വലാത്ത് പറയുന്നതിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്തിട്ട് സ്വലാത്ത് പറയുന്നത്. ദുആ തുടങ്ങുമല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ സ്വലാത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്, നമ്മുടെ സ്വലാത്തിലാണ് അവസാനിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ, സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. ബിസ്മി പറഞ്ഞാൽ, ബിസ്മി പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം വലുതാ. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും പഠിക്കാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏഴാമത്തെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ അബീ ദർദാ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി وسلم قال من صلى علي حين يصبح 10 وحين يمسي 10 أدركت شفاعتي يوم القيامة قال نبينا وحبيبنا رسول الله. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവിലെ 10 വൈകുന്നേരം 10 സ്വലാത്ത് ചൊല്ലിയാൽ, ഒരാൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് ഒരു 10 സ്വലാത്ത് പറയുക. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 സ്വലാത്ത് പറയുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സുബഹി നിസ്കാരം എന്തായാലും നമ്മൾ പള്ളിയിൽ വരും, നമ്മളെല്ലാവരും സുബഹി നിസ്കരിക്കൂലേ? എല്ലാവരും സുബഹി നിസ്കരിക്കും, നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു 10 സ്വലാത്ത് പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ തന്നെ നബിതങ്ങൾ പറയുകയാ, വൈകുന്നേരവും നീ ഒരു 10 സ്വലാത്ത് പറ. എന്തായാലും മഗ്രിബിന് ശേഷം ഇസ്താംബുലത്ത് ഞാൻ അവന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, രാവിലെയും വൈകിട്ടും നിങ്ങൾ 10 സ്വലാത്ത് പറ. 50,000 സ്വർഗം എന്ന് പറഞ്ഞ എളുപ്പമല്ലടോ. അല്ലാഹ് കയറിപ്പോകാൻ പറ്റുന്ന, ഓസിന് കയറിപ്പോകാൻ പറ്റുന്ന ാണ് സ്വർഗമെന്ന് നീ കരുതിയോ? നിനക്കറിയോ? ഖുർആൻ പറയുകയാ, നബിതങ്ങൾ പറയാ, നബിതങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് പറയുന്ന, നബിയെ ഇത് കണ്ടോ,
പച്ച ഇറച്ചി കരിഞ്ഞിരിക്കുകയാ ശരീരത്തിൽ. മഹാന സഹാബികളൊക്കെ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കമീസ് പൊക്കിയിട്ട് കാണിക്കാൻ, നബിയെ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ശരീരത്ത് വെച്ചിട്ട് പച്ച ഇറച്ചി കരിഞ്ഞിരിക്കുക. നബിതങ്ങളുടെ മുമ്പിൽ വന്ന് കാണിച്ചു കൊടുക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞത്, ബനൂ ഇസ്രായേലികളിൽ മുസ്ലിമായവരെ പിടിച്ചുകൊണ്ടുവരും, എന്നിട്ട് കുഴിക്കകത്ത് ഇറക്കി നിർത്തും കയ്യും കാലും കെട്ടിയിട്ട്. മുസ്ലിം ആയവരെ കൊണ്ടുവന്ന് കൈകാലുകൾ കെട്ടിയിട്ട് കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈ വിറക് മുറിക്കണ മെഷീനില്ലേപ്പാ, എന്താ പറയാ അതിന്, സംഭാഷണം പോയോ, എന്താ വാള്, ഈർച്ചവാള് അല്ലേ, ആ വാള് കൊണ്ടുവന്ന് ഈ ഉച്ചിയിൽ വെക്കും, തലയുടെ മധ്യഭാഗത്ത് വെക്കും. ചോദിക്കും, പുതിയ മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയവനോട് പറയുന്നു, നീ പഴയ മതത്തിലേക്ക് നീ വരണം, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പഴയ മതത്തിലേക്ക് തിരിച്ചു പോകാത്തവർ, മുസ്ലിമായി ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നവരുടെ തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് മരം മുറിക്കുന്നത് പോലെ, പേപ്പർ മുറിച്ചു കളയുന്നത് പോലെ അവര് രണ്ട് കഷ്ടമായിട്ട് മുറിക്കപ്പെടുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവര് കിടക്കണ സ്വർഗത്തിൽ ആര് പോണ്ടത്? ആര് പോണ്ടത്? പറകാക്കാമാര് ആര് പോണ്ടത്? നമ്മള് പോണ്ടത്. നമ്മളും പോണ്ടത് ആ ഒരു സ്വർഗം, അതേ ഉള്ള സ്വർഗം, വേറെ സ്വർഗമൊന്നും ഇല്ലല്ലോ. ആ സ്വർഗത്തിലേക്കാണ് ഞാനും നിങ്ങളും പോകേണ്ടത്. എന്ത് ചെയ്തു വെച്ചട്ടാ? അപ്പൊ നബിതങ്ങൾ പറയാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, നിങ്ങളുടെ തലയിൽ ഈർച്ചപാളൊന്നും വെക്കണ്ട. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. റഹ്മ റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, ദയാലുവായ അല്ലാഹ്, പടച്ചവനെ ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ കോടിക്കണക്കിന് സ്വലാത്തുകൾ പറഞ്ഞു അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ ആയിരക്കണക്കിന് ഖത്തമോദി പടച്ചവനെ ഇഖ്ലാസും യാസീനും ഇസ്തിഗ്ഫാറും നാരിയത്ത് സ്വലാത്തും പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പടച്ചവനെ കോടിക്കണക്കിന് സ്വലാത്തുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നു റഹ്മാനെ. അല്ലാഹുവേ, ഇത് മുഴുവനും നിന്റെ മുത്തുനബിയുടെ റൗളയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നബിതങ്ങളുടെ റൗളാ ശരീഫിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ മുഴുവനും കാണിക്കയായിട്ട് അവിടേക്ക് ഹദിയ ചെയ്യുകയാണ് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, അതിന്റെ മിസ്ല് സവാബ് ഈ സ്വലാത്ത് പറഞ്ഞവർ, ഈ ഖുർആൻ ഓതിയവർ, ഈ അദ്കാറുകൾ പറഞ്ഞവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, അല്ലാഹുവേ, ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ആമീൻ പറയുന്നവർ, ഞങ്ങളുടെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ കബറിടത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാഹ്. കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്നവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാണ് റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാഹ്. ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഹാജിയെ പോലെ നീ യാത്രയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തവരായ രീതിയിൽ നീ ഇവിടെ നിന്ന് യാത്രയാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്താണ് റബ്ബേ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്.
ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരെ വേദനിപ്പിക്കുന്ന മക്കളാക്കല്ല അല്ലാ. പടച്ചവനെ അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ പള്ളിക്കകത്ത് ഒരുമിച്ചുകൂടി ഞങ്ങൾ അല്ലാഹുവേ ഈ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പേര് റബ്ബേ, ഞങ്ങൾ പലരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റഹ്മാനെ. പടച്ചവനെ നീ ഷാഫിയാ അല്ലാഹ്. എത്ര വലിയ രോഗം മാറ്റാനും നിനക്ക് കഴിവുണ്ടല്ലോ റബ്ബേ. ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാഹ്. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ല റഹ്മാനെ. കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അറപ്പോടെ വെറുപ്പോടെ മറ്റുള്ളവർ ഞങ്ങളുടെ ഔറത്ത് വൃത്തിയാക്കുന്നൊരവസ്ഥ വരെ നീ എത്തിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാഹ്. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാഹ്. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉസ്താദന്മാര് നീ ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ജമാഅത്തിന്റെ പരിപാലന സമിതിയിലെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഈ പള്ളിക്കകത്ത് 10 മണിയായിട്ടും പ്രായമുള്ളവരിയ്ക്കുന്നുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന ദിവസം സ്വന്തം കൈകൊണ്ട് വുളുവെടുത്ത് അവസാനത്തെ വഖത്തും നിസ്കരിച്ചു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. നീ അവരെ കൈവിടല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നല്ല ജീവിതം കൊടുക്കണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മക്കളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പടച്ചവനെ, നിന്റെ നബിതങ്ങളോടുള്ള മഹബ്ബത്ത് കാരണം സ്വലാത്ത് പറഞ്ഞവർ, ഖുർആൻ ഓതിയവർ, ദിക്റുകൾ പറഞ്ഞവർ, ഓരോ മനുഷ്യന്റെയും പേരും നാടും വീടും നിനക്കറിയാമല്ലാഹ്. 100 കണക്കിന് ആഗ്രഹങ്ങളാണ് തമ്പുരാനെ. നീ അവരെ കൈവിടല്ലേ റബ്ബേ, നീ അവരെ കൈവിടല്ലേ റബ്ബേ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അവരുടെ പാപം പൊറുക്കണേ അല്ലാഹ്. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, വീട് പണി നടക്കുന്നവരുണ്ട്, വീടിന്റെ പണി പകുതിയിൽ കിടക്കുന്നവരുണ്ട്, വാടക വീടിനകത്ത് കിടക്കുന്നവരുണ്ട്. നീ കരുണ കാണിക്കണേ അല്ലാഹ്. നീ കരുണ കാണിക്കണേ അല്ലാഹ്. രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ സ്വലാത്ത് പറഞ്ഞവരുടെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, നബിതങ്ങളെ കാണാനുള്ള അവസരം നീ അവർക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, 1 മാസക്കാലമായി
ഒരു മാസക്കാലമായി പടച്ചവനെ ഈ സ്വലാത്ത് പറയാൻ കാരണക്കാരായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അഡ്മിന്മാരായ സഹോദരങ്ങൾ പാവങ്ങളാണ്, കൂലിപ്പണി ചെയ്യുന്നവർ, അന്യ രാജ്യത്ത് കിടക്കുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരിമാർ നബിതങ്ങളോടുള്ള മഹബത്ത് കാരണം ഗ്രൂപ്പ് വെച്ചുകൊണ്ട് ആ ഗ്രൂപ്പിനകത്ത് സ്വലാത്ത് പറയുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഖിദ്മത്ത് സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. പടച്ചവനെ, ഈ പള്ളിക്കകത്തിരിക്കുന്ന ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടല്ല കബൂലാക്കണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോഴും നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ, നിനക്ക് സുജൂദ് ചെയ്യാനുള്ള ഒരു പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദഖ ചെയ്തവരുണ്ടോ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. നിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടോ അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ, അവരെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, പ്രവാസികളായ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, അവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ, അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ, അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് നീ ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ, പഠിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ, അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, അവരുടെ ബുദ്ധിമുട്ടുകൾ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഈ സ്വലാത്ത് മജ്ലിസിന് വേണ്ടി ആരെല്ലാം കഷ്ടപ്പെട്ടവരുണ്ടോ, പരിശ്രമിച്ചവരുണ്ടോ, അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് വാട്സപ്പിലൂടെ ദുആ ചെയ്യണമെന്ന് അറിയിച്ചവരുണ്ട് റഹ്മാനെ. പടച്ചവനെ, എണ്ണം നിനക്കേ അറിയൂ, എത്ര കോടി സ്വലാത്താണെന്ന് നിനക്കറിയാം. അല്ലാഹുവേ, അത് മുഴുവനും നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ, വെറും കയ്യോടെ മടക്കല്ല അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ല റബ്ബേ, ഞങ്ങളുടെ ഭാര്യ വിധവയാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. റഹീമായ അല്ലാഹ്, പടച്ചവനെ, നിന്റെ മുമ്പിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ മരിക്കുമ്പോഴും ഒരാളുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഒരാളുടെ മുമ്പിലും തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയും ജ്യേഷ്ഠനും ഭാര്യ പിതാവും ഖബറിലാണ് റഹ്മാനെ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരാക്കണേ അല്ലാ. പടച്ചവനെ, ഈ ശബ്ദം നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ലാ. ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ട് പടച്ചവരെ, അറുത്തു മുറിക്കല്ലേ റബ്ബേ. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരുപാട് കേസുകളിൽ അകപ്പെട്ട് കിടക്കുകയാണ് റബ്ബേ. നിബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ പറഞ്ഞ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്തിലാക്കണേ അല്ലാ.
അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ. ഭക്ഷണം കൊടുക്കുന്നവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദിൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ അടുത്ത കൊല്ലവും ഇതിനേക്കാളും ഉപരി സ്വലാത്തുകൾ പറഞ്ഞ് പടച്ചവനെ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേ അല്ലാ. ദിവസങ്ങളോളം രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെട്ട എന്റെ കൂട്ടുകാർ പടച്ചവനെ, നിന്റെ തൃപ്തിയല്ലാതെ ആ മക്കൾക്കൊന്നും വേണ്ട പടച്ചവനെ. സഹോദരങ്ങള് സഹോദരിമാര് റബ്ബേ സ്വർഗത്തിലും കൂട്ടുകാരാക്കണേ അല്ലാ, സ്വർഗത്തിലും കൂട്ടുകാരാക്കണേ അല്ലാ. നിനക്ക് വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാ. ഈ രാത്രിയിൽ ഈ മജ്‌ലിസിൽ ആരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, നബിതങ്ങൾ ഞങ്ങളുടെ കയ്യിൽ പിടിക്കണേ അല്ലാ. നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഈ നീട്ടിയ കയ്യ നീ വെറുതെ മടക്കല്ല അല്ലാ. ഒരുപാട്